ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ഈ ചാപ്റ്ററിലെ എക്സസൈസ് 5.3ലെ 9th ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് 49 ആൻഡ് ദാറ്റ് ഓഫ് 17 ടേംസ് ഈസ് 289, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ്. ചെയ്ത് നോക്കാം. തന്നിരിക്കുന്നത് S7, സം ഓഫ് ഫസ്റ്റ് 7 ടൈംസ് ഈസ് 49. അതുപോലെ S17 ഈക്വൽ ടു 289 ആണ്. ബാക്കിയൊന്നും തന്നിട്ടില്ല. സം ഓഫ് ഫസ്റ്റ് n ടൈംസ് ഇതെന്നെ ഉൾപ്പെടെ ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടുക. അത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും ഡിയും ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അതിൽ നമ്മൾ ഈ രണ്ട് ഇക്വേഷനകത്തുനിന്ന് നമുക്ക്, അതായത് സമ്മിൻ്റെ S7ൻ്റെയും S17ൻ്റെയും ഇക്വേഷൻ ഉണ്ടാക്കി അതിൽ നിന്നും ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ച് ആൻസറിലേക്ക് എത്താം. അപ്പോൾ നമുക്ക് അതിൻ്റെ തന്നിരിക്കുന്നതിൻ്റെ ഇക്വേഷൻ എഴുതി നോക്കാം. S7 ഈസ് ഈക്വൽ ടു സമ്മാണ്. അപ്പോൾ Sൻ്റെ ഇക്വേഷനാണ് എഴുതാം. Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ് ഇക്വേഷൻ. അപ്പോൾ അതിൽ നമുക്ക് S7 എഴുതാം. S7 ഈക്വൽ ടു 7/2 ഇൻറ്റു 2a പ്ലസ് 7-1 അതായത് 6d ഈക്വൽ ടു നമുക്ക് 49 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 7/2നെ റൈറ്റ് സൈഡിലേക്ക് മാറ്റാം. 2a പ്ലസ് 6d ഈക്വൽ ടു 49 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 7 ആണ്. അപ്പോൾ 2a പ്ലസ് 6d ഈക്വൽ ടു 49നെയും 7നെയും കട്ട് ചെയ്യാം. അപ്പോൾ 7 ഇൻറ്റു 2 ആണ്. 2a പ്ലസ് 6d 7 ഇൻറ്റു 2 ആണ്. അപ്പോൾ ഇക്വേഷനെ ത്രൂ ഔട്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ a പ്ലസ് 3d ഈക്വൽ ടു 7 എന്ന് കിട്ടും. അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി മാറ്റി വെക്കാം. a പ്ലസ് 3d ഈക്വൽ ടു 7. ഇനി S17 ഈക്വൽ ടു, അപ്പോൾ 17/2 ഇൻറ്റു 2a പ്ലസ് 17-1 16d ഈക്വൽ ടു 289. ഇത് കഴിഞ്ഞ ഫസ്റ്റ് ഇക്വേഷൻ ചെയ്തതുപോലെ ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ തന്നെ കട്ട് ചെയ്യാം. അതിൽ കട്ട് ചെയ്യാമായിരുന്നു. ഇവിടെ 2നെയും കട്ട് ചെയ്തു, ഈ 16നെയും കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഈക്വൽ ടു 17 ഇൻറ്റു a പ്ലസ് 8d എന്ന് കിട്ടി, ഈക്വൽ ടു 289. ഈ 17 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ a പ്ലസ് 8d ഈക്വൽ ടു 289 ഡിവൈഡ് ബൈ 17 എന്ന് കിട്ടി. അപ്പോൾ ഈ 289 17 നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ a പ്ലസ് 8d ഈസ് ഈക്വൽ ടു 17 എന്ന് കിട്ടി, ഇക്വേഷൻ നമ്പർ 2. a പ്ലസ് 8d ഈക്വൽ ടു 7, ഇക്വേഷൻ നമ്പർ 17. ഇക്വേഷൻ നമ്പർ, അപ്പോൾ ഇവിടെ രണ്ട് ഇക്വേഷൻ കിട്ടി. a പ്ലസ് 3d ഈക്വൽ ടു 7 എന്നും a പ്ലസ് 8d ഈക്വൽ ടു 17 എന്ന് കിട്ടി, ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് 2ൽ നിന്നും 1 മൈനസ് ചെയ്താൽ a ക്യാൻസൽ ആയിപ്പോയി. 8d മൈനസ് 3d അതായത് 5d ഈക്വൽ ടു 17 മൈനസ് 7 ഈക്വൽ ടു 10. therefore d ഈക്വൽ ടു 10/5 ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി നമുക്ക് എയുടെ വാല്യൂ അതിന് ഫസ്റ്റ് ഇക്വേഷൻ കൊടുക്കാം. അതായത് ഡിയുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് a പ്ലസ് 3d ഈക്വൽ ടു 7 ആണ്. അതായത് a പ്ലസ് 3 ഇൻറ്റു 2 ഈക്വൽ ടു 7. a പ്ലസ് 3 ഇൻറ്റു 2 6. a പ്ലസ് 6 ഈസ് ഈക്വൽ ടു 7. a ഈസ് ഈക്വൽ ടു 7 മൈനസ് 6 ഈക്വൽ ടു 1. നമുക്കിവിടെ a ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അതുപോലെ d ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് find the sum of the first n terms, Sn ഇക്വേഷൻ തന്നെ, ഈക്വൽ ടു n/2 ഇൻറ്റു നമുക്ക് തന്നിട്ടുള്ള വാല്യൂ 2a 2 ഇൻറ്റു 1 പ്ലസ് n-1 ഇൻറ്റു ഡിയുടെ വാല്യൂ ഇവിടെ 2 ആണ്, ഈക്വൽ ടു n/2 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു n 2n മൈനസ് 2 ഇൻറ്റു -1 ഈക്വൽ ടു n/2 ഇൻറ്റു
ഈ +2 -2 ക്യാൻസൽ ആയിപ്പോയി. 2n. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും 2നെയും കട്ട് ചെയ്യാം. ഈക്വൽ ടു n ഇൻറ്റു n എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈക്വൽ ടു n² ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ Sn is equal to n² എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി ഇതിലെ 10th ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് a1, a2, etc. up to an form an arithmetic progression where an is defined as below. First question, an equal to 3 plus 4n. And second question, an equal to 9 minus 5n. അതായത് an nth ടൈമിൻ്റെ ഓൾജിബ്രിക് ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രോഗ്രഷൻ ഉണ്ടാക്കിയെടുക്കണം. ഇനി ഓൾസോ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഇൻ ഈച്ച് കേസ്. അപ്പോൾ ഇക്വേഷനിൽ n നമുക്ക് 1, 2, 3 എന്തെങ്കിലും ഉള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ഫോം ചെയ്തെടുക്കാൻ പറ്റും. അതിൽ നിന്ന് പിന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ സം ഓഫ് ഫസ്റ്റ് 15 ടേംസിൻ്റെ സമ്മും നമുക്ക് കണ്ടുപിടിക്കാം. ചെയ്ത് നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിൽ an ഈക്വൽ ടു 3 plus 4n ആണ്. അപ്പോൾ ആദ്യം a1 ഫസ്റ്റ് ടേം ഈക്വൽ ടു 3 plus 4 into 1 ഈക്വൽ ടു 3 plus 4 ഈക്വൽ ടു നമുക്ക് 7 എന്ന് കിട്ടും. a2 ഈക്വൽ ടു 3 plus 4 into 2 ഈക്വൽ ടു 4 into 2 8 plus 3 നമുക്ക് 11 എന്ന് കിട്ടി. a3 ഈക്വൽ ടു 3 plus 4 into 3 ഈക്വൽ ടു 4 into 3 12 plus 3 15 എന്ന് കിട്ടി. ഇനി നമുക്ക് d വേണം. d is equal to a2 minus a1 ഈക്വൽ ടു a2 11 ആണ്. 11 minus 7 ഈക്വൽ ടു 4 എന്ന് കിട്ടി. നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈക്വൽ ടു 7, 11, 15 etc. ഇവിടെ a is equal to 7, അതുപോലെ d is equal to 4. ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് സം ഓഫ് ഫസ്റ്റ് 15 ടൈംസ് Sn, അതായത് Sn is equal to n/2 into 2a plus n minus 1 into d. നമുക്ക് വേണ്ടത് S15 ആണ്. S15 is equal to 15/2 into 2a, അതായത് 2 into 7 plus n minus 1, അതായത് 15 minus 1, 14 into d ഇവിടെ 4 ആണ്, into 4 equal to 15/2 into 2 into 7 14 plus 14 into 4 50 equal to 15/2 into 14 plus 56 70 equal to 15 into ഈ 2നെ 17നെ കട്ട് ചെയ്യാം. അപ്പോൾ 35. 15 into 35 എന്ന് കിട്ടും. S15 is equal to 15 into 35 equal to 525 എന്ന് നമുക്ക് ആൻസർ കിട്ടി. S15 is equal to 15 into 35 equal to 525 ആണ് നമ്മുടെ ആൻസർ. ഇനി ഇതിലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, an equal to 9 minus 5n ആണ്. അപ്പോൾ a1 equal to 9 minus 5 into 1 equal to 5 into 1 5, 9 minus equal to 4 ആണ്. അതുപോലെ a2 equal to 9 minus 5 into 2, 5 into 2 10, 9 minus 10 is equal to minus 1. അതുപോലെ a3 equal to 9 minus 5 into 3 equal to 5 into 3 equal to minus 6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് d വേണം. d is equal to a2 minus a1 equal to a2 minus 1 ആണ്, minus 1 minus 4 equal to minus 5 നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. അപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈക്വൽ ടു 4 minus 1 minus 6 etc. a equal to 4, d is equal to minus 5. ഇവിടെ a is equal to 4, d is equal to minus 5. അതുപോലെ n is equal to നമുക്ക് 15 ടൈംസ് ആണ്. അപ്പോൾ n is equal to 15. അപ്പോൾ ഇവിടെ Sn is equal to n/2 into 2a plus n minus 1 into d equal to n/2, അതായത് 15/2 into 2a
2 ഇൻറ്റു 4 പ്ലസ് n മൈനസ് 1 15 മൈനസ് 1 അതായത് 14 ഇൻറ്റു ഡി മൈനസ് 5 ആണ് മൈനസ് 5 ഈക്വൽ ടു 15/2 ഇൻറ്റു 2 ഇൻറ്റു 4 8 പ്ലസ് 14 ഇൻറ്റു മൈനസ് 5 മൈനസ് 70 ഈക്വൽ ടു 15/2 ഇൻറ്റു 8 പ്ലസ് മൈനസ് 70 അപ്പോൾ മൈനസ് 62. നമുക്ക് ഈ 2നെയും ഈ 62നെയും കട്ട് ചെയ്യാം. ഈക്വൽ ടു 15 ഇൻറ്റു മൈനസ് 31 ഈക്വൽ ടു മൈനസ് 465 എന്ന ആൻസർ കിട്ടി. അപ്പോൾ ഇവിടെ എസ് 15 ഈക്വൽ ടു മൈനസ് 465 എന്ന ആൻസർ.